ഇന്ന് ഞാനൊരു നാടോടി കഥയാണ് പറയാൻ പോകുന്നത്. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ താമസിച്ചിരുന്നു. അവർക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തുള്ള വീടുകളിലൊക്കെ ജോലി ചെയ്തു കൊടുത്താണ് ഈ അമ്മ മകനെ വളർത്തിയിരുന്നത്. ഒരിക്കൽ അമ്മ മകനെ വീട്ടിലിരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തുണി കഴുകാനായിട്ട് പുറത്തു പോയി. കുറച്ച് ദൂരെ നദിയിലായിരുന്നു തുണി കഴുകാനുണ്ടായിരുന്നത്. അമ്മ നദിയിൽ പോയി തുണിയൊക്കെ കഴുകി തിരിച്ചു വന്ന് നോക്കുമ്പോൾ മകനെ കാണാനില്ല. അമ്മ വളരെയധികം വിഷമിച്ചു. അവർ നാടെങ്ങും അലഞ്ഞു നടന്ന് മകനെ നോക്കി, പക്ഷെ അവനെ കിട്ടിയില്ല. അവന് പുറത്തിറങ്ങി നടന്നു പോകുന്ന ഒന്നും ആരും കണ്ടതുമില്ല. അയൽപക്കക്കാരൊന്നും അവൻ്റെ ശബ്ദം പോലും കേട്ടിട്ടില്ല. മുറിയിലിരുന്ന മകൻ പെട്ടെന്ന് എങ്ങനെ അപ്രത്യക്ഷനായി എന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായില്ല. അമ്മ കരഞ്ഞ് കരഞ്ഞ് കാലം തള്ളി നീക്കി. മകനെപ്പറ്റി വിവരമൊന്നും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഈ മകനെ കുറേ ഭൂതങ്ങൾ തട്ടിക്കൊണ്ടുപോയതായിരുന്നു. ഭൂതങ്ങൾ വീടിന് മുകളിലൂടെ പറന്നു പോകുമ്പോൾ വീടിനുള്ളിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുട്ടിയെ കണ്ടിട്ട് അവരെടുത്തുകൊണ്ട് പോയതാണ്. അവർക്ക് ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഭൂതത്താന്മാരെ ഈ കുട്ടിയെ ആകാശത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. വീടെന്ന് പറഞ്ഞാൽ പോരാ, അതൊരു വലിയ കൊട്ടാരം തന്നെയായിരുന്നു. ആ കൊട്ടാരത്തിൽ 7 ഭൂതത്താന്മാരായിരുന്നു താമസിച്ചിരുന്നത്. 7 പേർക്കും 7 മുറികളുണ്ട്. ആ കൊട്ടാരത്തിന് ഒരൊറ്റ വാതിലേ ഉള്ളൂ, പുറത്തേക്കുള്ള ഒറ്റ വാതിൽ. അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ താഴെ ഭൂമി കാണാം. പക്ഷേ പറക്കാൻ ചിറകില്ലാത്ത അവന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനും പറ്റില്ല. ഭൂതത്താന്മാരെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിൽ നിന്ന് പറന്ന് പുറത്തേക്ക് പോകും, പിന്നീട് തിരിച്ചു വരും. കൊട്ടാരം വൃത്തിയാക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യുക ഒക്കെയായി ഈ പയ്യൻ്റെ ജോലി. അവനതൊക്കെ വൃത്തിയായി ചെയ്തു പോന്നു, മറ്റു മാർഗമില്ലല്ലോ. വർഷങ്ങളോളം അവനങ്ങനെ ഈ ഭൂതത്താന്മാരുടെ വീട്ടിൽ ജീവിച്ചു. പോകെ പോകെ ഭൂതത്താന്മാർക്ക് ഇവനെ വലിയ വിശ്വാസവുമായി. എന്തായാലും അവൻ രക്ഷപ്പെട്ട് പോവുകയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭൂതത്താന്മാരെ പോയിട്ട് പലപ്പോഴും ഒരുപാട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ തുടങ്ങി. ഒരുപാട് ദൂരേക്കൊക്കെ ഈ വീടിൻ്റെ കാവൽ ഇവനെ ഏൽപ്പിച്ചിട്ട് ഇവർ പോകാൻ തുടങ്ങി. അങ്ങനെ ഇവർ ദൂരേക്ക് പോകുന്ന സന്ദർഭങ്ങളിൽ ഇവൻ വീടിന് മുഴുവൻ നടന്ന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയും ഭൂതത്താന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ചെറിയ ചെറിയ മന്ത്രവിദ്യകൾ പഠിക്കുകയൊക്കെ ചെയ്തു. ഈ കൊട്ടാരത്തിന് ഒരു വലിയ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ആ വാതിലിൽ ഒരു വലിയ പൂട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ പൂട്ടല്ല, അതിന് 7 ദ്വാരങ്ങളുണ്ട്. അവിടെ 7 താക്കോലുകളിട്ട് തിരിക്കാൻ പറ്റും. ആ പൂട്ട് തുറക്കുന്നതും അടയ്ക്കുന്നതും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ആ വാതിലിൻ്റെ കുളത്തിൽ അങ്ങനെ കിടക്കുകയാണ്. കാവലിന് ആളുള്ളതുകൊണ്ട് വീട് പൂട്ടിയിട്ട് പോകുന്ന പതിവൊന്നും ഈ ഭൂതത്താന്മാർക്കുണ്ടായിരുന്നില്ല. അഥവാ വാതിൽ അടയ്ക്കുകയാണെങ്കിൽ വെറുതെ ചാരി ഇടുകയുള്ളൂ, അതങ്ങനെ പൂട്ടാറില്ല. ഈ താഴ് വളരെ കൗതുകകരമായൊരു കാര്യമായിട്ട് ഈ കുട്ടിക്ക് തോന്നി. അതിനിടയ്ക്കിടയ്ക്ക് അത് പരിശോധിക്കാൻ തുടങ്ങി. അതിന് 7 താക്കോൽ ദ്വാരങ്ങളുണ്ടല്ലോ, താക്കോലുകൾ എവിടെ ആയിരിക്കും എന്നവൻ അന്വേഷിച്ചു. അങ്ങനെ മുറികൾ വൃത്തിയാക്കുന്ന സമയത്താണ് അവൻ ശ്രദ്ധിച്ചത്, എല്ലാ മുറികളിലും ഒരേപോലെ ഓരോ ചെറിയ പെട്ടികളുണ്ട്. ആ പെട്ടികൾക്കുള്ളിൽ ഓരോ താക്കോലുമുണ്ട്. 7 ഭൂതത്താന്മാരുടെ മുറികളിലും ഇങ്ങനെ താക്കോലുകളുണ്ടായിരുന്നു. ഈ താക്കോലുകളായിരിക്കണം ഈ പൂട്ട് തുറക്കാൻ ഉപയോഗിക്കുന്ന താക്കോല് എന്നവന് തോന്നി. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഈ താക്കോലും കൊണ്ട് ഇതൊന്ന് തുറന്നു നോക്കണം എന്ന് അവൻ കരുതി. അങ്ങനെ ഒരു അവസരം ഒത്തു വന്നു. ഭൂതത്താന്മാരെ കുറേ ദിവസത്തേക്ക് പുറത്തു പോയൊരു സമയം അവന് ഈ 7 താക്കോലുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ പൂട്ട് തുറക്കാൻ തുടങ്ങി. 1-ാമത്തെ ദ്വാരത്തിൽ 1-ാമത്തെ ഭൂതത്തിൻ്റെ മുറിയിലെ താക്കോലിട്ട് തിരിച്ചു. 2-ാമത്തെ ദ്വാരത്തിൽ 2-ാമത്തെ ഭൂതത്തിൻ്റെ മുറിയിലെ താക്കോലിട്ട് തിരിച്ചു. അങ്ങനെ 7-ാമത്തെ താക്കോലിട്ട് തിരിച്ചതും അവൻ അവൻ്റെ വീട്ടിലെത്തിപ്പെട്ടു. എങ്ങനെ എത്തിയെന്ന് പോലും അവന് മനസ്സിലായില്ല. നൊടിയിട കൊണ്ട് ഭൂതത്താന്മാരുടെ മായാജാല വിദ്യകളെല്ലാം മാഞ്ഞ് അവനവൻ്റെ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റി. അവൻ്റെ കയ്യിലാണെങ്കിൽ ഈ പൂട്ടുമുണ്ട്, 7 താക്കോലുകളുമുണ്ട്. പൂട്ടിനുള്ളിൽ നിന്ന് ഉറക്ക നിലവിളിയും കേൾക്കുന്നുണ്ട്. അവൻ ചെവിയോർത്തപ്പോൾ 7 ഭൂതത്താന്മാരും പൂട്ടിനുള്ളിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അവന് മനസ്സിലായി ഈ ഭൂതത്താന്മാരുടെ ശക്തി ഈ പൂട്ടിനുള്ളിലാണ് എന്ന്. അവൻ താക്കോലുകൾ കൊണ്ട് ആ പൂട്ട് ഭദ്രമായി പൂട്ടി അവൻ്റെ കീശയിൽ തന്നെ സൂക്ഷിച്ചു. അതോടെ ഈ 7 ഭൂതത്താന്മാരും അവൻ്റെ അടിമകളായിട്ട് മാറി. അവൻ്റെ അമ്മ പുറത്തു പോയിരിക്കുകയായിരുന്നു. അമ്മ വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകനുണ്ട്, മുറിയിലിരിക്കുന്നു. അവർക്ക് വലിയ സന്തോഷമായി. മകനെ തിരിച്ചു കിട്ടിയല്ലോ. മകനാണെങ്കിൽ വളർന്നൊരു യുവാവായി മാറിക്കഴിഞ്ഞിരുന്നു. അമ്മ മകൻ്റെ വരവ് ഒരു വിരുന്നൊക്കെ ഒരുക്കി ആഘോഷിക്കാൻ തീരുമാനിച്ചു. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പണമൊക്കെ സ്വരുക്കൂട്ടി അവർ വിരുന്നിനൊരുങ്ങുമ്പോൾ മകൻ പറഞ്ഞു, അമ്മ നാട്ടിലെ എല്ലാവരെയും വിളിച്ചോളൂ, വിരുന്നൊരുക്കുന്ന കാര്യം ഞാനേറ്റു. മകൻ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് അമ്മ കണ്ടിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഒരുപാട് ആൾക്കാർ വരും, അവർക്ക് കൊടുക്കാൻ ഒരുപാട് ഭക്ഷണം വേണ്ടി വരും, നമ്മുടെ കയ്യിൽ അതിനുള്ള പണമൊന്നുമില്ല.
അവൻ പറഞ്ഞു, അമ്മ വിശ്വസിക്ക്, അമ്മ എല്ലാവരെയും വിളിച്ചോളൂ, അവർ വരുമ്പോൾ അവർക്കെല്ലാവർക്കും ഉള്ള ഭക്ഷണം ഇവിടെ ഉണ്ടായിരിക്കും. അമ്മ അങ്ങനെ നാട്ടിലെല്ലാവരെയും ചെന്ന് വിരുന്നിന് വിളിച്ചു. ഈ സമയത്ത് അവൻ മുറിയിൽ കയറി 7 താക്കോലുകൾ എടുത്ത് പൂട്ട് തുറന്നു. 7 ഭൂതത്താന്മാരും അവൻ്റെ മുന്നിലെത്തി. അവരിനി മുതൽ അവൻ്റെ അടിമകളാണ്. താക്കോൽ അവൻ്റെ കയ്യിലാണല്ലോ. അവൻ അവരോട് പറഞ്ഞു, എനിക്ക് വേഗം ഒരു വിരുന്നൊരുക്കി തരണം. ആൾക്കാരൊക്കെ വിരുന്നിന് വന്നപ്പോഴേക്കും വീട്ടിൽ വളരെ രുചികരമായ വിഭവങ്ങളോട് കൂടിയ വലിയൊരു വിരുന്ന് തന്നെ അവൻ ഒരുക്കിയിരുന്നു. അമ്മയ്ക്ക് വലിയ അത്ഭുതമായിപ്പോയി. ഭൂതങ്ങളുടെ സഹായത്തോടെ തന്നെ അവനൊരു വലിയ വീട് വെക്കുകയും അമ്മയും മകനും അവിടെ സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അവൻ രാവിലെ എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്ന് രാജകൊട്ടാരത്തിലേക്ക് പോകണം. എന്നിട്ട് രാജാവിനോട് രാജകുമാരി എനിക്ക് വിവാഹം കഴിച്ചു തരാൻ പറയണം. അമ്മ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും മകൻ നിർബന്ധിച്ചപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് തൻ്റെ മകന് രാജകുമാരി വിവാഹം കഴിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചു. രാജാവിനാണെങ്കിൽ ഇത് കേട്ടപ്പോൾ വലിയ തമാശയാണ് തോന്നിയത്. പാവപ്പെട്ട ഒരു സ്ത്രീ ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കുന്നു, അവരുടെ മകന് വേണ്ടിയിട്ട് തൻ്റെ മകളെ വിവാഹം ആലോചിക്കുന്നു. എന്തായാലും ഒന്ന് കളിയാക്കി വിടാം എന്ന് കരുതി രാജാവ് പറഞ്ഞു, നോക്കൂ, നമ്മുടെ രാജ്യത്തിന് ചുറ്റും കൊടും കാടാണ്. ഈ കാട് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് വെട്ടിത്തെളിക്കാമെങ്കിൽ അവന് ഞാൻ എൻ്റെ മകളെ കൊടുക്കുന്ന കാര്യം പരിഗണിക്കാം. വൃദ്ധയായ ആ സ്ത്രീ വിഷമത്തോടെ തിരിച്ചുപോയി. മകനോട് പറഞ്ഞു, മകനെ, ഇത് നമ്മളെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. രാജാവ് പറയുന്നത് രാജ്യത്തിന് ചുറ്റുമുള്ള കാട് ഒറ്റ ദിവസം കൊണ്ട് വെട്ടിത്തെളിക്കണമെന്നാണ്. നമ്മൾ 1000 പേരെ നിർത്തിയാലും ഇതൊരു ദിവസം കൊണ്ട് വെട്ടിത്തെളിക്കാൻ പറ്റില്ല. മകൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഞാനിന്ന് നോക്കട്ടെ. അവൻ പുറത്തുപോയി കാട്ടിൽ ചെന്നു. എന്നിട്ട് പൂട്ട് തുറന്നു. 7 ഭൂതങ്ങളും പുറത്തു വന്നു. അവരോട് ഒറ്റ ദിവസം കൊണ്ട് കാട് വെട്ടിത്തെളിച്ച് തരാൻ അവൻ ആവശ്യപ്പെട്ടു. അതവരെ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ രാജാവിൻ്റെ അടുത്ത് അവൻ തന്നെ നേരിട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ കാട് വെട്ടിത്തെളിച്ചിരിക്കുന്നു, അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. രാജാവ് ചെന്ന് നോക്കി. നേരാണ്, രാജ്യത്തിന് ചുറ്റുമുള്ള കാട് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് അവൻ വെട്ടിത്തെളിച്ച് കഴിഞ്ഞിരിക്കുന്നു. രാജാവിന് ആകെ വെപ്രാളമായി. ഒരു പരിചയമില്ലാത്ത ഇവന് എങ്ങനെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും? അതുകൊണ്ട് രാജാവ് ഒരു വിദ്യ കൂടി പ്രയോഗിച്ചു. രാജാവ് പറഞ്ഞു, കാട് വെട്ടിത്തെളിച്ചാൽ മാത്രം പോരാ, അവിടെ മുഴുവൻ കൃഷിസ്ഥലമാക്കി തരണം. എനിക്ക് ഉഴുതു മറിച്ച് ചോളം വിതച്ച് തരണം. അതും ഒറ്റ ദിവസം കൊണ്ട് നീ നടത്തി തരികയാണെങ്കിൽ ഞാൻ ഇക്കാര്യം ഗൗരവമായിട്ട് ആലോചിക്കുന്നതാണ്. അവൻ തിരിച്ചുപോയി. പൂട്ട് തുറന്നു. ഭൂതങ്ങളെ പുറത്തു വിട്ടു. ഭൂതങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ആ നിലമൊരുക്കി അവിടെ ചോളം വിതച്ചു കൊടുത്തു. നേരം വെളുത്തപ്പോഴേക്കും രാജ്യത്തിന് ചുറ്റും വളരെ വിശാലമായൊരു കൃഷിസ്ഥലം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇത് കണ്ട രാജാവിന് വീണ്ടും അത്ഭുതമായി. എന്നാലും രാജാവിൻ്റെ ഒരു മടി. അതുകൊണ്ട് രാജാവ് അവനോട് പറഞ്ഞു, ഒരു കാര്യം കൂടി നീ ചെയ്തു തരണം. നാളെ രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ എല്ലാ പാതകളും വജ്രം പോലെ തിളങ്ങുന്നതാക്കി തരണം. വഴിയരികിൽ നിറയെ മരങ്ങൾ വേണം. മരങ്ങളിൽ നിറയെ പാടുന്ന കിളികൾ വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മകളെ ഉറപ്പായിട്ട് നിനക്ക് വിവാഹം കഴിച്ചു തരാം. ഒരു പേടിയും കൂടാതെ അവൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി പൂട്ട് തുറന്നു. ഭൂതങ്ങളെ വരുത്തി ഇക്കാര്യവും ഉടനടി സാധിച്ചു. പിറ്റേന്ന് രാവിലെ രാജാവ് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ രാജപാതകൾ മുഴുവൻ വജ്രം പതിച്ചിരിക്കുന്നു. വഴിയരികിലൊക്കെ നിറയെ മരങ്ങൾ നിൽപ്പുണ്ട്. നിറയെ പൂക്കളുള്ള മരങ്ങൾ. മരങ്ങളിൽ കിളികൾ പാട്ടുപാടുന്നു. ഇനി ഇവനെ പരീക്ഷിക്കാൻ പറ്റില്ല എന്ന് രാജാവിന് മനസ്സിലായി. മാത്രമല്ല അവന് നല്ല അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ട് എന്നും തൻ്റെ മകൾ അവൻ്റെ കൂടെ സുഖമായിരിക്കുമെന്നും രാജാവിന് തോന്നി. അവരുടെ വിവാഹം വളരെ കെങ്കേമമായിട്ട് നടത്തപ്പെട്ടു. വിവാഹശേഷം തൻ്റെ ഭാര്യയോടൊത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് അവൻ വലിയൊരു കൊട്ടാരമുണ്ടാക്കി. അത് ആകാശത്ത് നിന്ന് സ്വർണ്ണച്ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുന്ന മനോഹരമായൊരു കൊട്ടാരമായിരുന്നു. അവിടെ അവനും തൻ്റെ ഭാര്യയുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങി. ആകാശത്തുണ്ടായിരുന്ന ഈ 7 ഭൂതത്തന്മാർക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, ഒരു മന്ത്രവാദിനി. വല്ലപ്പോഴുമൊക്കെ അവർ തൻ്റെ സഹോദരന്മാരെ കാണാൻ അവരുടെ കൊട്ടാരത്തിൽ ചെല്ലാറുണ്ടായിരുന്നു. ഒരിക്കൽ മന്ത്രവാദിനി സഹോദരന്മാരെ കാണാൻ ആകാശത്തുള്ള കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടെ കൊട്ടാരവുമില്ല, സഹോദരന്മാരുമില്ല. അവർ സഹോദരന്മാരെ അന്വേഷിച്ച് നാടെങ്ങും നടന്നു തുടങ്ങി. സഹോദരന്മാരുടെ ജീവൻ പൂട്ടിലാണ് ഇരിക്കുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു. അവർക്ക് എന്തെങ്കിലും അപകടം പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ആ പൂട്ട് കൈവശപ്പെടുത്തിയിട്ടായിരിക്കണം എന്നും ആ മന്ത്രവാദിനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പൂട്ട് അന്വേഷിച്ചാണ് നടന്നിരുന്നത്. പഴയ പൂട്ടുകൾ നന്നാക്കി കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തെരുവുകളിലെല്ലാവരും അലഞ്ഞു നടന്നു. അങ്ങനെ അലഞ്ഞു നടന്നവർ ഈ ആകാശത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്ന മനോഹരമായ കൊട്ടാരത്തിനടുത്തെത്തി.
കൊട്ടാരത്തിന് താഴെ നിന്നുകൊണ്ട് അവർ പഴയ പൂട്ടുകൾ വൃത്തിയാക്കാനുണ്ടോ മാറ്റിയെടുക്കാനുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. രാജകുമാരി മട്ടുപ്പാവിലിരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് കാട്ടിൽ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവൾ ഒറ്റയ്ക്കായിരുന്നു. ആരോട് സംസാരിക്കാനില്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ വൃദ്ധ താഴെ വന്നിങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് കേട്ടത്. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു പഴയ പൂട്ടുള്ള കാര്യം അവൾക്കറിയാമായിരുന്നു. ആ പൂട്ടിൻ്റെ മാന്ത്രിക ശക്തികളെപ്പറ്റിയൊന്നും അവൾക്ക് അറിവില്ലായിരുന്നു താനും. അതുകൊണ്ട് തന്നെ അവൾ ആ പൂട്ടെടുത്ത് ആ വൃദ്ധയ്ക്ക് താഴേക്ക് ഇട്ടു കൊടുത്തിട്ട് പകരം ഭംഗിയുള്ള വേറൊരു പൂട്ട് വാങ്ങിവെച്ചു. ഭർത്താവ് വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സന്തോഷിക്കും എന്നാണ് അവൾ കരുതിയത്. പക്ഷേ വൃദ്ധ പോയി കുറച്ച് കഴിഞ്ഞതോടെ ആകാശത്ത് നിന്ന് സ്വർണ്ണച്ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്ന അവളുടെ കൊട്ടാരം പൊട്ടി താഴെ വീണു. കൊട്ടാരം ഇങ്ങനെ പൊട്ടി താഴെ വീഴുന്നത് കണ്ടുകൊണ്ടാണ് വേട്ടയ്ക്ക് പോയിരുന്ന ചെറുപ്പക്കാരൻ തിരിച്ചു വന്നത്. അവൻ ഓടിച്ചെന്ന് തൻ്റെ ഭാര്യയെ ആ തകർന്ന കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറക്കി. ഇങ്ങനെ കൊട്ടാരം താഴെ വീഴണമെങ്കിൽ പൂട്ടിന് എന്തെങ്കിലും പറ്റിക്കാണുമെന്ന് അവൻ അറിയാമായിരുന്നു. ചോദിച്ചപ്പോൾ നേരാണ് വൃദ്ധയായ ഒരു സ്ത്രീ വന്ന് പൂട്ട് കൊണ്ടുപോയി. പൂട്ട് കൈവശപ്പെടുത്താൻ പറ്റിയെങ്കിലും മന്ത്രവാദിനിക്ക് താക്കോല് കൈവശം ഉണ്ടായിരുന്നില്ല. താക്കോല് ചെറുപ്പക്കാരൻ്റെ കയ്യിലായിരുന്നു. അവൻ രാജാവിനോട് സത്യാവസ്ഥ മുഴുവൻ തുറന്നു പറഞ്ഞു. രാജാവിനും ആകെ വിഷമമായിപ്പോയി. അങ്ങനെ ഒരു പൂട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കാമായിരുന്നു. രാജ്യത്തിന് ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. രാജാവ് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത്ര പണമോ സൈനികരെയോ ആയുധങ്ങളോ എന്ത് വേണമെങ്കിലും എടുത്തോളൂ. നീ പോയി അന്വേഷിച്ച് ആ പൂട്ട് കണ്ടുപിടിച്ചിട്ട് വരൂ. പൂട്ട് എവിടെ പോയി അന്വേഷിക്കണം എന്നവൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ രാജപുരോഹിതൻ അവനോട് പറഞ്ഞു, നീ കിഴക്ക് ദിക്കിലേക്ക് 100 മൈൽ യാത്ര ചെയ്യണം. അവിടെ ചന്ദ്രരാജ്യമുണ്ട്, ചന്ദ്രൻ്റെ രാജ്യം. അവിടെ ചന്ദ്രമാതാവുണ്ട്. ചന്ദ്രമാതാവിനോട് ചോദിച്ചാൽ ചിലപ്പോൾ നിനക്ക് വഴി പറഞ്ഞു തരും. ഈ പൂട്ട് എവിടെയുണ്ടെന്ന് അവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. അവൻ കുതിരപ്പുറത്ത് കയറി കിഴക്കോട്ട് യാത്ര ചെയ്തു. 100 മൈലിനപ്പുറം മനോഹരമായ ഒരു വെണ്ണ കൊട്ടാരത്തിലെത്തി. അവിടെ ചന്ദ്രമാതാവുണ്ടായിരുന്നു. ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ഒരു സ്ത്രീ. ആകാശത്തെ ചന്ദ്രൻ്റെ അമ്മയാണവർ. അവരോട് അവൻ തൻ്റെ സങ്കടം പറഞ്ഞു. അപ്പോൾ ചന്ദ്രമാതാവ് പറഞ്ഞു, എനിക്ക് ഈ പൂട്ട് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഒരു 200 മൈൽ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് സൂര്യമാതാവിനെ കാണാൻ പറ്റും. ഒരുപക്ഷെ സൂര്യമാതാവിന് അറിയാമായിരിക്കും ഈ പൂട്ട് എവിടെയാണെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമാതാവ് തൻ്റെ നായയെ അവന് സമ്മാനിച്ചു, വഴിക്ക് കൂട്ടിന്. അവൻ ആ നായയുമായിട്ട് മുന്നോട്ട് യാത്ര തുടർന്നു. 200 മൈൽ യാത്ര ചെയ്തപ്പോൾ അവൻ സൂര്യൻ്റെ കൊട്ടാരത്തിലെത്തി. തീ പോലെ തിളങ്ങുന്ന സൂര്യൻ്റെ കൊട്ടാരം. അവിടെ സൂര്യൻ്റെ മാതാവുണ്ടായിരുന്നു. സൂര്യൻ്റെ മാതാവിനോട് അവൻ സങ്കടം പറഞ്ഞു. സൂര്യൻ്റെ മാതാവ് പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ പൂട്ട് എവിടെയാണെന്ന്. ഒരുപക്ഷെ കാറ്റിനറിയാമായിരിക്കും, കാറ്റിൻ്റെ അമ്മയ്ക്ക് അറിയാമായിരിക്കും. നീ കാറ്റിൻ്റെ മാതാവിനെ കാണാൻ പോകണം. ഇവിടുന്ന് 300 മൈൽ യാത്ര ചെയ്താലേ നിനക്ക് കാറ്റിൻ്റെ കൊട്ടാരത്തിലെത്താൻ പറ്റും. അവിടെ ചെന്ന് നീ വായു മാതാവിനെ അന്വേഷിക്കണം. വായു മാതാവിനോട് കാര്യം ചോദിക്കണം. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു എലിയുണ്ട്, അതിനെ ഞാൻ നിനക്ക് കൂട്ടുതരാം. അങ്ങനെ അവൻ ആ എലിയെയും കൂട്ടി മുന്നോട്ട് യാത്ര തുടർന്നു. ഇപ്പോൾ അവൻ്റെ കൂടെ ചന്ദ്രമാതാവിൻ്റെ നായയുമുണ്ട്, സൂര്യമാതാവിൻ്റെ എലിയുമുണ്ട്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോയിട്ട് വായുമാതാവിൻ്റെ കൊട്ടാരത്തിലെത്തി. വെണ്ണ പോലെ മൃദുവായതും തിളങ്ങുന്നതുമായ മനോഹരമായൊരു കൊട്ടാരമായിരുന്നു വായുമാതാവിൻ്റേത്. ആ കൊട്ടാരത്തിലെ വായുമാതാവ് അവനോട് പറഞ്ഞു, എനിക്കറിയാം പൂട്ട് എവിടെയാണെന്ന്. അത് ഇവിടുന്ന് വീണ്ടും നീ 500 മൈൽ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു സമുദ്രം കാണും. ആ സമുദ്രത്തിൽ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിന് നടുക്ക് ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലാണ് മന്ത്രവാദിനി താമസിക്കുന്നത്. അവൾ ആ പൂട്ട് അവളുടെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവിടുന്ന് ആ പൂട്ട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളൊക്കെ തിരിച്ചു കിട്ടും. നിനക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പൂച്ചയെ കൂടി വിടാം. അങ്ങനെ അവൻ പൂച്ചയെയും പട്ടിയെയും എലിയെയും കൂട്ടിക്കൊണ്ട് 500 മൈൽ മുന്നോട്ട് നടന്നു. നടന്ന് സമുദ്രത്തിൻ്റെ കരയിലെത്തി. അവിടെ നിന്ന് കുറേ മരങ്ങളൊക്കെ കൂടെ വെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കി അതിൽ കയറി അവനും അവൻ്റെ സുഹൃത്തുക്കളും കൂടി ദ്വീപിലെത്തി. ദ്വീപിൽ അവന് ഒരു ചെറിയ കാട്ടിൽ ഒളിച്ചിരുന്നു. അവൻ്റെ സുഹൃത്തുക്കളായ നായയും പൂച്ചയും എലിയും കൂടി മന്ത്രവാദിനിയെ കൊട്ടാരത്തിലേക്ക് ചെന്നു. നായ അവളെ ചെന്ന് മന്ത്രവാദിനിയെ കാണുമ്പോഴൊക്കെ കുരയ്ക്കുകയും വാലാട്ടുകയൊക്കെ ചെയ്തു. കുറച്ച് ദിവസം കണ്ടപ്പോൾ നായയെ മന്ത്രവാദിനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ അവന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങി. പൂച്ചയാണെങ്കിൽ അടുക്കളപ്പുറത്ത് ചെന്ന് മ്യാവൂ മ്യാവൂ എന്ന് കരഞ്ഞുകൊണ്ട് ചുറ്റിപ്പറ്റി നിന്നു. അടുക്കളയിൽ വലിയ എലിശല്യമായിരുന്നു. എലിയെ പിടിക്കാൻ ഒരാളായല്ലോ എന്ന് കരുതി മന്ത്രവാദിനി പൂച്ചയെയും തൻ്റെ വീട്ടിനുള്ളിൽ കടക്കാൻ അനുവദിച്ചു. എലിയാണെങ്കിൽ മന്ത്രവാദിനി അറിയാതെ
പമ്മി അവരുടെ വീടിനുള്ളിൽ കടന്നു. കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. പൂട്ട് കൈവശപ്പെടുത്താൻ ഒരവസരത്തിന് വേണ്ടിയിട്ട് 3 മൃഗങ്ങളും കാത്തിരിക്കാൻ തുടങ്ങി. മന്ത്രവാദിനി അറിയാതെ ഓരോ ദിവസവും എലി കട്ടിലിനടിയിലിരുന്ന വലിയ തടിപ്പെട്ടി കരണ്ട് മുറിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് അവന് ആ തടിപ്പെട്ടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി. ഒരിക്കൽ മന്ത്രവാദിനി ഉറങ്ങുന്ന അവസരം നോക്കി പൂച്ച അവരുടെ കിടപ്പുമുറിയിൽ കടന്നു. കട്ടിലിനടിയിലെ പെട്ടിക്കുള്ളിൽ നിന്ന് പൂച്ച ആ പൂട്ട് എടുത്ത് ജനൽ വഴി പുറത്തേക്കിട്ടു. താഴെ കാത്തു നിന്നിരുന്ന പട്ടി ആ പൂട്ട് കടിച്ചെടുത്തുകൊണ്ട് കടൽക്കരയിലേക്ക് ഓടി ചെറുപ്പക്കാരന് കൊടുത്തു. കീശയിലുണ്ടായിരുന്ന താക്കോലുകളുമായിട്ട് പൂട്ട് കൈ കിട്ടാൻ വേണ്ടിയിട്ട് കടൽക്കരയിൽ കാത്തിരിക്കുകയായിരുന്ന അവൻ താക്കോലിട്ട് തുറന്ന് ഭൂതത്താന്മാരെ ഓരോരുത്തരെയായി പുറത്തിറക്കി തനിക്ക് വേഗം ഒരു കപ്പലുണ്ടാക്കി തരാൻ ആജ്ഞാപിച്ചു. അവർ പെട്ടെന്ന് ഒരു വലിയ കപ്പൽ വരുത്തി കൊടുത്തു. പറയുന്നതനുസരിക്കാതെ അവർക്ക് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എലിയും പൂച്ചയും പട്ടിയും ഓടി അവൻ്റെ അടുത്തെത്തിയിരുന്നു. അവരെല്ലാവരും കൂടി ആ കപ്പലിൽ കയറി. കപ്പലോടിച്ച് അവർ വേഗം തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. മന്ത്രശക്തിയുള്ള പൂട്ടുള്ള അവനെ ഉപദ്രവിക്കാൻ മന്ത്രവാദിനിക്ക് പറ്റിയെന്നുമില്ല. അങ്ങനെ അവൻ തൻ്റെ രാജ്യത്ത് തിരിച്ചെത്തി. പഴയതുപോലെ ആകാശത്ത് നിന്ന് സ്വർണ്ണച്ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുന്ന കൊട്ടാരം നിർമ്മിച്ച് അവിടെ തൻ്റെ ഭാര്യയോടും തനിക്ക് പുതുതായി കിട്ടിയ കൂട്ടുകാരായ നായ, പൂച്ച, എലി എന്നിവരോടൊപ്പം സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.